ടീച്ചർ ഇപ്പോൾ കണ്ണൂർ പാക്കേജിനെ പറ്റി പറഞ്ഞു. കേരളത്തിൽ നടന്നിട്ടുള്ള മുഴുവൻ കാര്യങ്ങളിലൊന്നും അത്തരത്തിലുള്ള ഒരു പരിഹാരം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അത് സാധ്യവുമല്ലെന്ന് തോന്നുന്നു. കാരണം സർക്കാരിൻ്റെ പക്ഷത്തുനിന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണെങ്കിൽ ഈ വികസനത്തിൻ്റെ നയങ്ങളൊക്കെ രൂപീകരിക്കുന്നതിൽ സ്ത്രീകൾക്ക് എത്രമാത്രം പങ്കാളിത്തമുണ്ട്. സ്ത്രീകൾ നിർമ്മിച്ച കേരളം എന്നാണല്ലോ വിഷയം. സ്ത്രീകൾക്ക് എത്രത്തോളം പങ്കാളിത്തം അതിനകത്തുണ്ട്. സ്ത്രീകൾ എന്തെങ്കിലും തീരുമാനം വികസനത്തിൻ്റെ കാര്യത്തിൽ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടോ? സ്ത്രീകൾ എടുത്താൽ എന്ത് വ്യത്യാസമാണ് ഉണ്ടാവുക? അതിനും ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു ഉദാഹരണമാണ്. വിയറ്റ്നാം വാർ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരമ്മ പറഞ്ഞൊരു വാക്കാണ്. അമ്മയുടെ കുട്ടികളൊക്കെ മരിച്ചു, വീടൊക്കെ തകർന്ന് തരിപ്പണമായി പോയി, അവരാകെ അവശയായ നിലയിലാണ്. 10 കൊല്ലത്തിന് ശേഷമാണ് അവിടെ സമാധാന പ്രവർത്തകർ ചെല്ലുന്നത്. അവർ ഈ അമ്മയോട് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, അമേരിക്കയോട് എനിക്ക് തീരാത്ത പകയുണ്ട്, ഞാൻ പകരം വീട്ടും പറഞ്ഞു. അപ്പോൾ നിങ്ങളിങ്ങനെ നിങ്ങളെ പോലെയൊരു സ്ത്രീ എങ്ങനെ അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തിയോട് പകരം വീട്ടാനാണ്? അപ്പോൾ അവർ പറഞ്ഞൊരു മറുപടി ഉണ്ട്. ആദ്യം ബോംബ് വീണപ്പോൾ ഞങ്ങളൊക്കെ പേടിച്ച് നിലവിളിച്ച് ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. രണ്ടാമത്തെ ബോംബ് വീണപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. നാപ്പാം ബോംബുകൾ മഴ പോലെ വർഷിച്ചു കൊണ്ടിരിക്കുന്ന പിന്നീട് വന്ന കാലങ്ങളിൽ ഞങ്ങൾ തീരുമാനിച്ചു, ഒരു ബോംബിനും മറ്റൊരു ബോംബിനും ഇടയിൽ ഞങ്ങൾ കൃഷി ചെയ്യും, ഞങ്ങൾ നിലനിൽക്കും, ഞങ്ങൾ അമേരിക്കയോട് പകരം വീട്ടും. ഓരോ സ്ത്രീയുടെ മനസ്സിലുമുള്ളത് ബോംബല്ല, നെല്ലാണ്. ഓരോ സ്ത്രീയുടെ മനസ്സിലുമുള്ളത് വെള്ളമാണ്. വികസനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന ആവശ്യം എന്ന് പറയുന്നത് ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കുഞ്ഞിനെ ഭക്ഷണം കൊടുക്കുക, എൻ്റെ കുഞ്ഞിനെ ഏറ്റവും സുരക്ഷിതമായ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ സുരക്ഷിതത്വം എന്ന് ഒരു വ്യക്തി എന്ന രീതിയിൽ ഒരു സ്ത്രീ ചിന്തിക്കുന്നത് തന്നെയാണ് സാമാന്യമായിട്ട് സ്ത്രീയുടെ വികസന സങ്കല്പത്തിൽ വരുന്നത്. ബേസിക്കായിട്ട് കുട്ടികൾക്ക്, ബേസിക്കായിട്ട് തലമുറകൾക്ക് നിലനിൽപ്പ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് എന്ന ഒരു വീക്ഷണം സ്ത്രീകളുടെ മനസ്സിലുണ്ട്. ആ വീക്ഷണത്തെ പ്രകാശിപ്പിക്കാനോ ആ വീക്ഷണത്തെപ്പറ്റി സംസാരിക്കാനോ വികസനത്തെക്കുറിച്ച് രൂപപ്പെടുത്തുന്ന നയങ്ങളിൽ അത് ഉൾപ്പെടുത്താനോ സ്ത്രീകൾക്ക് അവസരമില്ല. ഇപ്പോൾ നോക്കൂ, തുല്യ പ്രാതിനിധ്യ പ്രസ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ഒരു സ്ത്രീകൾ അവർക്ക് പ്രാതിനിധ്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വലിയ ഒപ്പ് ശേഖരണം നടത്തുന്നുണ്ട്. ഈ വരുന്ന 17-ാം തീയതി അതിൻ്റെ ഒരു ഒപ്പ് വിരിക്കൽ, പെൺ മെമ്മോറിയൽ എന്ന് പേരിട്ടിട്ട് ഒരു പരിപാടിയാണ് നടക്കുന്നത്. അതിൻ്റെ ചുരുളഴിച്ച് ഒപ്പ് വിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി അവർ ആസൂത്രണം ചെയ്യുന്നുണ്ട്. നമ്മൾ നോക്കൂ, 33% പോലും സ്ത്രീകളുടെ പ്രാതിനിധ്യം തീരുമാനങ്ങൾ എടുക്കുന്നതിലോ അധികാരത്തിലിരിക്കുന്നതിലോ അധികാരത്തെ നിർണ്ണയിക്കുന്നതിലോ ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ എന്നെപ്പോലെയുള്ള ഒരു വ്യക്തി ചിന്തിക്കുന്നത്, പുറത്തു നിന്നുകൊണ്ട് നിരന്തരം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ, നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ അകത്തുള്ള ടീച്ചറിനെ പോലെയുള്ളവർക്ക് തീർച്ചയായിട്ടും ആ സമ്മർദ്ദത്താൽ അകത്ത് കലഹിക്കാൻ പറ്റും എന്നാണ്. അകത്ത് കലഹിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തുകൊണ്ട് ആർട്ടിക്കിൾ 14 പ്രകാരം തുല്യരാണ് സ്ത്രീകൾ. 50% വരുന്ന ജനസംഖ്യയാണത്. ആ ജനസംഖ്യയ്ക്ക് തുല്യത എന്ന് പറയുന്ന ആരും എടുത്തു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾക്ക് 33% തരൂ എന്ന് സ്ത്രീകൾ പറയേണ്ട കാര്യമില്ല. അതവിടെ ഉള്ളതാണ്. സ്ത്രീയുടെ അവകാശം എന്ന് പറയുന്നത് അവിടെ ഉള്ളതാണ്. സ്ത്രീകൾക്ക് അത്രയധികം മുന്നോട്ട് വരാൻ കഴിയാതിരുന്ന, അത്രയ്ക്കൊന്നും ചെയ്യാൻ കഴിയാതിരുന്ന, അത്രയ്ക്ക് ചിന്തിക്കാൻ കഴിയാതിരുന്ന കാലഘട്ടത്തിൽ അവരത് ചോദിച്ചു വാങ്ങിയില്ലെന്ന് മാത്രം. ഇന്ന് നോക്കുക, ഞാൻ വിചാരിക്കുന്നത് കേരളത്തിൽ ഇതുവരെ ഭരണത്തിൽ ഇരുന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു സ്ത്രീയാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. കോവിഡ് കാലത്ത്, നിപ്പ പകർച്ചവ്യാധിയുടെ കാലത്തും കോവിഡിൻ്റെ കാലത്തും ടീച്ചർ തന്ന ഒരു ആത്മവിശ്വാസം, ടീച്ചർ തന്ന ഒരു ധൈര്യം, ടീച്ചർ നമ്മുടെ കൂടെ നിന്ന രീതി, ടീച്ചർ ആ വിഷയത്തെ പഠിച്ച് ലോകോത്തരമായി പറഞ്ഞ ഒരു 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 അനുഭവം എന്താ പുരുഷന്മാരായിട്ടുള്ള ഭരണാധികാരികൾ ഉണ്ടായിരുന്നില്ലേ? അവർക്ക് ആർക്കെങ്കിലും നമ്മുടെ തോളത്ത് തട്ടി നമ്മളെ ചേർത്ത് പിടിച്ച് അത്തരത്തിലൊരു ധൈര്യം തരാൻ കഴിഞ്ഞിട്ടില്ല. അത് ഒളിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. പ്രാപ്തരായ സ്ത്രീകൾ ഇല്ലാതെ കണ്ടല്ല. സ്ത്രീകൾ ഉണ്ട്, സ്ത്രീകൾക്ക് അറിവുണ്ട്, പഠിപ്പുണ്ട്, കഴിവുണ്ട്, അവർക്ക് കാര്യങ്ങൾ തീരുമാനിക്കാൻ അറിയാം, നയങ്ങൾ രൂപീകരിക്കാൻ അറിയാം, അവർക്ക് ദർശനങ്ങളുണ്ട്, ലോകത്തെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച്, മക്കളെക്കുറിച്ച് ദർശനങ്ങളുണ്ട്. ഇവിടെ ജനിച്ചു വളർന്ന മക്കളെ മുഴുവനും വിദേശ നാടുകളിലേക്ക് ഓടിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ദർശനമല്ല, ഞങ്ങളുടെ ഉദ്ദേശവുമല്ല. എൻ്റെ കുട്ടി എൻ്റെ കൂടെ ഉണ്ടാവണമെന്നാണ്. അപ്പോൾ അതിനനുസരിച്ച് കാര്യങ്ങൾ രൂപീകരിക്കണമെങ്കിൽ നയരൂപീകരണത്തിൽ എനിക്ക് പങ്കാളിത്തം വേണം. അത് 33% സംവരണമല്ല, അതെന്തോ ആനുകൂല്യമാണ്, ഔദാര്യമാണ്. 50% തുല്യ പ്രാതിനിധ്യം, അതാണ് സ്ത്രീകൾക്ക് വേണ്ടത്.